ഈ ഒരു കംപ്ലൈന്റ് കൂടുതലായിട്ടും വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നതാണ് ഐഫോൺ വാട്ടർ സീൽ ആണോ എന്ന്. വാട്ടർ സീൽ അല്ല, ഒരിക്കലും വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഫ്രണ്ട്സ്, നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ 13 Pro Max ആണ്. ഇതിന്റെ കംപ്ലൈന്റ് നിങ്ങൾക്ക് അറിയാം, കോമൺ ആയിട്ട് വരുന്നതാണ്. വൈറ്റ് ആയി പോവുക, ഗ്രീൻ ആയി പോവുക, യെല്ലോ ആയി പോവുക. അത് അപ്ഡേറ്റ് ചെയ്യാതെ അല്ലാതൊക്കെ ആകുന്നുണ്ട്. നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് സർവീസിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക. വേറെ ഉള്ളിലൊന്നും വേറെ മിസ്സിംഗ് ഒന്നുമില്ല. ഡിസ്പ്ലേ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കിയൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കംപ്ലൈന്റ് കൂടുതലായിട്ടും വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലേക്ക് ഓവർ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലേക്ക് പോകുന്ന ഒരു സ്ട്രിപ്പിലെ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് കട്ട് ഓഫ് ആയി പോകുമ്പോഴത്തേക്കാണ് ഗ്രീനും യെല്ലോയും വൈറ്റൊക്കെ ആയി പോകുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ആ കട്ട് ഓഫ് ആയി പോയ രണ്ട് ട്രാക്കിന്റെ പൊളാരിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ട്രാക്കിന് പൊളാരിറ്റി ഇല്ല, ഒരു ട്രാക്കിന് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ പൊളാരിറ്റി ഇല്ലാത്ത ട്രാക്കിൽ നിന്നും പൊളാരിറ്റി ഉള്ള ട്രാക്കിലേക്ക് ജമ്പർ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ജമ്പർ പാഡ് ഇതുപോലെ തന്നെ നൈഫ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്യുക. ഓവറായിട്ട് സ്ക്രാപ്പ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ കോട്ടിംഗ് ഒന്ന് കളഞ്ഞാൽ മതി. ഒരു കോട്ടിംഗ് ഉണ്ട് അതിന് കൊടുത്തിരിക്കുന്ന, ചെറിയ കോട്ടിംഗ് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ലോ മെൽറ്റ് PPD ആണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഓവറായിട്ട് PPD ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അതിനുശേഷം സോൾഡറിങ് ആണ് ഹീറ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ബെൻഡ് ബിറ്റാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലേക്ക് സോൾഡറിങ് ലെഡ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത പാഡിലേക്ക് നമ്മൾ PPD അപ്ലൈ ചെയ്ത് ലെഡ് അതിലേക്ക് സോൾഡർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജമ്പർ കോയിലുണ്ട്, ഇതുപോലത്തെ ജമ്പർ 0.1 ആണ് ജമ്പറിൻ്റെ വരുന്നത്. രണ്ടെണ്ണം ഉണ്ട്, കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ കോട്ടിംഗ് ഉള്ള ജമ്പർ ഇതുപോലെ സോൾഡറിങ് ആണ് യൂസ് ചെയ്ത് ഒറ്റ ടച്ചിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആ ജമ്പർ കോയിൽ ഫിക്സ് ആയിട്ടുണ്ട്. ബഡ്സ് തിന്നർ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിനകത്തിരിക്കുന്ന ഫ്ലക്സ് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ UV ഗം ഇട്ട് അതൊന്ന് സീൽ ചെയ്യുകയാണ്. ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക UV ഗം ഇട്ട്. അതിനുശേഷം UV ലൈറ്റും കൂടെ കറക്റ്റായിട്ട് കൊടുത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ ആവും UV ഗം. ഇതുപോലെ അതിൻ്റെ ജമ്പർ പാഡ് കറക്റ്റ് ഡയറക്ഷനിൽ ഒന്ന് നമ്മൾ ട്യൂസർ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആംഗിളിൽ വെച്ച് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് UV ഗം ഇടുക. UV ലൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ ജമ്പർ ചെയ്തുകൊണ്ട് വരികയാണ്. കറക്റ്റായിട്ട് ഓരോ സ്പോട്ട് ചെയ്ത് ഓരോരോ ജമ്പറിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കറക്റ്റ് നല്ല നീറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ജമ്പർ ചെയ്തായിട്ട് അറിയാൻ പറ്റത്തില്ല. അത്രയും വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക മാക്സിമം കറക്റ്റായിട്ട്. ഈ ഒരു ജമ്പർ പാഡായതുകൊണ്ട് കോട്ടിങ്ങുള്ള ജമ്പർ പാഡാണ്. മാക്സിമം കോട്ടിങ്ങുള്ള ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ടച്ച് ഐസിയാണ് വരുന്നത്, അതൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഷോർട്ടൊക്കെ ആകും. അപ്പം കോട്ടിങ്ങുള്ള ജമ്പർ പാഡ് ഇട്ട് ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ജമ്പർ ചെയ്ത് ഓരോ സ്പോട്ട് ചെയ്ത് നമ്മൾ UV ഗം ഇട്ടും UV ലൈറ്റും കൂടെ ക്ലിക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഏകദേശം അടുത്ത ട്രാക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എക്സസ് ആയ ജമ്പർ പാഡ് ഇതുപോലെ ട്യൂസർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ അളവിന് വെച്ച് കട്ട് ചെയ്യുക. ഓവറായിട്ട് ഒത്തിരി ലെങ്ത് ഒന്നും വേണ്ട, അതിൻ്റെ കറക്റ്റ് ആ ഡയറക്ഷൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കോട്ടിംഗ് ഉണ്ട് അതിൻ്റെ എഡ്ജിൽ, ഒന്ന് ക്ലിയർ ആയതിനു ശേഷം കറക്റ്റായിട്ട് ഒറ്റ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെഡ് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ജമ്പർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിരിക്കില്ല. ചില ബാച്ച് നമ്പർ അനുസരിച്ച് ചിലത് റിപ്പീറ്റ് വരുന്നുണ്ട്. റിപ്പീറ്റ് വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷിംഗ് റേറ്റ് 128-ലാണ് ഇത് ഓൺ ആയി കിടക്കുന്നത്. അതൊരു 60-ലാക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഇഷ്യൂ വരാറില്ല. ചിലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പ് ബോണ്ടിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ജമ്പർ പാഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ട്, അത് മൊത്തത്തിൽ മാറുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആകുന്നുണ്ട്. ജമ്പറിംഗ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അതിനുശേഷം നമ്മൾ ഡിവൈസ് മസ്റ്റായിട്ട് വാട്ടർ സീൽ ചെയ്യുക. 13 Pro Maxൻ്റെ വാട്ടർ സീലാണ്. അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഡയറക്ഷനുണ്ട്, ക്യാമറ ഡയറക്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ സ്പീക്കർ ഗ്രില്ലും അതൊക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിലേക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിക്കർ ഒന്ന് അലൈൻ ചെയ്യുക. അത് ചെറിയൊരു അലൈൻമെൻറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ സ്റ്റിക്കർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി നീങ്ങിയിരിക്കും, ഫിനിഷിങ്ങിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രെയിമിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു കോർണറൊക്കെ കറക്റ്റായിട്ട് അലൈൻ ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലത്തെ ഒരു സ്പ്ലഡ്ജർ മതി. സ്പ്ലഡ്ജർ വെച്ച് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് സ്റ്റിക്കർ ഒന്ന് അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ അതിൻ്റെ ഫ്രെയിമുമായിട്ട് ഒന്ന് ഫിക്സ് ആകണം. ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നതാണ് ഐഫോൺ വാട്ടർ സീൽ ആണോ എന്ന്. വാട്ടർ സീൽ അല്ല, ഒരിക്കലും വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഐഫോണിനകത്ത് വെള്ളം കയറും. അപ്പം മിക്കവരും കാണിക്കുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലെടുത്ത് മുക്കും. അങ്ങനെ വെള്ളത്തിലെടുത്ത് മുക്കി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ നേരെ വെള്ളം ഇതിനകത്ത് കയറും.
വെള്ളം കയറിയതിന് ശേഷം മിക്കവരും ചെയ്യുന്നതാണ് പഴമയാണ് അരിക്കകത്തൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളമൊന്നും ഡ്രൈ ആയി പോകത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ നേരെ എടുത്ത് ചാർജറിലിട്ട് ഇത് ഓണാക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന് മദർ ബോർഡ് ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്തുള്ള സർവീസ് സെൻറ്റർ ഏതാണ് ആപ്പിളിൻ്റെ, അവിടെ നമ്മൾ നേരെ ഡിവൈസ് എത്തിക്കുക. ആരും ഇത് ഓണാക്കാനൊന്നും പോകരുത് വെള്ളം കയറി കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സ്റ്റിക്കർ വരുന്നത് നമ്മളത് ബാക്കിങ്ങോടെ സ്റ്റിക്കർ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഒരു കോർണറിൽ നിന്ന് നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്റ്റിക്കർ അതിൽ നിന്ന് റിമൂവ് ആവും. ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഡിസ്പ്ലേ സ്ട്രിപ്പും അതുപോലെ തന്നെ ഇയർ സ്പീക്കർ സ്ട്രിപ്പും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ വീഡിയോയിൽ ലെങ്ത് കൂടുന്നതുകൊണ്ട് മാത്രം ആദ്യം ഇത് ഓപ്പണിങ് ചെയ്യുന്നതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇത് തേർഡ് പാർട്ടി കാര്യങ്ങളൊന്നും അല്ല, സ്ക്രൂ ഒക്കെ ഇതിനകത്ത് പ്രോപ്പറായിട്ട് എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഷീൽഡ് വരുന്നുണ്ട്, ഇയർ സ്പീക്കർ ഷീൽഡ്. അത് ഇയർ സ്പീക്കർ ഷീൽഡ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൽ വരുന്ന ഇതിൽ സ്ക്രൂ സ്റ്റാർ പോയിൻറ്റും ഉണ്ട്, ട്രൈ പോയിൻ്റ് സ്ക്രൂ ഉണ്ട്. സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് ഫോൾട്ട് വരുന്നതാണ്. ഓവറായിട്ട് ചിലർ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ക്രൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ട് ഇതിൻ്റെ സ്ക്രൂ ഹോൾ ഡാമേജ് ആയിട്ട് അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് സ്ക്രൂ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. ഇതിൻ്റെ സ്ക്രൂ നമ്മൾ അഴിക്കുമ്പോഴത്തേക്കും ആദ്യം അഴിച്ച സ്ക്രൂ അവസാനം അഴിച്ച സ്ക്രൂ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുകയാണ്. നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് സ്ക്രൂ ഒക്കെ ഓരോ ഓർഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഇല്ലാതെ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ഡിസ്പ്ലേ ഷീൽഡും സ്ക്രൂവും വരുന്നുണ്ട്. അതിലൊരു 3 സ്ക്രൂ ആണ് വരുന്നത് ഡിസ്പ്ലേ ഷീൽഡിൽ. അത് ട്രൈ പോയിൻ്റ് സ്ക്രൂ ആണ്. അത് കറക്റ്റായിട്ട് ഷീൽഡ് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ട്രൈ പോയിൻ്റ് സ്ക്രൂ, ആ സ്ക്രൂ എന്ന് പറയുന്നത് അതെല്ലാം ഒരളവ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഇയർ സ്പീക്കർ ഷീൽഡിൽ വരുന്ന സ്ക്രൂ ഒക്കെ വ്യത്യാസമാണ്. അത് നമുക്ക് അഴിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മുടെ ട്രൈ പോയിൻ്റ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഓവർ ടൈറ്റ് ആകാത്ത രീതിയിൽ ഒരു മീഡിയം ടൈറ്റിൽ നമ്മൾ ഇതിൻ്റെ ട്രൈ പോയിൻ്റ് സ്ക്രൂ വരുന്ന 3 എണ്ണം ഉണ്ട്, അതിൽ നമ്മൾ ഫിക്സ് ചെയ്യാണ്. ഒരു സ്ക്രൂ പോലും നമ്മൾ മിസ് ചെയ്യരുത്. ഒരു സ്ക്രൂ നമ്മൾ ഇടാതാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ ഇടുക. എന്തിനാണ് ഒരു സ്ക്രൂ പോലും മിസ്സാകാതിരിക്കുന്നത്? കറക്റ്റായിട്ട് തന്നെ എല്ലാം ഫിക്സ് ചെയ്യുക. പിന്നെ അതിനകത്തിരിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇതുപോലത്തെ ബ്ലോവർ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ബ്ലോവർ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് കുറച്ച് ടെസ്റ്റൊക്കെ വരുന്നത് കാണും. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്നാണ് ചെറിയ രീതിയിൽ ഡസ്റ്റ് കയറുമല്ലോ. അപ്പോൾ തിരിച്ചതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്ത് വരുന്ന കംപ്ലീറ്റ് ഡസ്റ്റ് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ഒരു ഡസ്റ്റ് പോലും ഇരിക്കാത്ത രീതിയിൽ ഡസ്റ്റ് ഏകദേശം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഇതിൽ വരുന്ന ലോക്കുണ്ട്. ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡയറക്ഷനിൽ നമ്മളത് ലോക്കിലേക്ക് പ്രസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ 2 ഫ്രെയിമിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കിലേക്ക് കറക്റ്റ് ഡയറക്ഷൻ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പ്രസ് ലോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ഫിക്സ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഇതുപോലെ പ്രോപ്പറായിട്ട് ഫിക്സ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ബോട്ടം സ്ക്രൂ വരുന്നത് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓവറായിട്ട് ടൈറ്റ് ചെയ്യാത്ത രീതിയിൽ നോർമൽ ടൈറ്റിൽ നമ്മുടെ ബോട്ടം സ്ക്രൂ പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. 2 ബോട്ടം സ്ക്രൂ വരുന്നുണ്ട്. ഇതിൻ്റെ ത്രെഡ് പോകാതെ തന്നെ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് വരുന്ന കുറച്ച് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്പീക്കർ ഗ്രില്ല് വരുന്നത്, ലൗഡ് സ്പീക്കർ ഗ്രില്ലിന് മൈക്കിൽ വരുന്ന ടെസ്റ്റ് നമ്മളിതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറും കൂടെ ഒന്ന് റിമൂവ് ചെയ്യുക. നമ്മൾ കസ്റ്റമറുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഫൈനലായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലോത്ത് IP യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് അതിൻ്റെ സൈഡിലെ ഫ്രെയിം എല്ലാം പെർഫെക്റ്റായിട്ട് ഒരു ശകലം പോലും അഴുക്കിരിക്കാത്ത രീതിയിൽ അതുപോലെ നീറ്റ് ആൻഡ് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഏകദേശം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതിനകത്ത് സ്പീക്കർ ഗ്രില്ല് ഡസ്റ്റ് ലാൻഡ് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഡിവൈസ് ഒന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പിൾ ലോഗോ തെളിഞ്ഞിട്ടുണ്ട്. ആ ഗ്രീൻ സ്ക്രീൻ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ടച്ച് ഫംഗ്ഷൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ടെക്നീഷ്യന്മാർക്കും പുതിയ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ടെക്ലോജിക് എന്നാണ്. കോട്ടയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കംപ്ലയിൻറ്റ് ഗ്രീൻ സ്ക്രീൻ ആണ് 13 Pro Max. ആ കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് വീഡിയോയും കംപ്ലയിൻറ്റ് വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ മറക്കല്ലേ.